ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ ഗുരുദേവ കൃതികളിലൂടെയും ചരിതങ്ങളിലൂടെയുമുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൽ ഗുരുദേവ ജനനത്തിൻ്റെ തന്നെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. ജാതിരഹിത സമൂഹം. സമകാലീന ലോകത്തിനു നേരെ തിരിച്ചുവച്ച ഒരു കണ്ണാടിയാണ് ശ്രീനാരായണ ഗുരു. ജാതി നിർമാർജനം ചെയ്യേണ്ടതാണെന്ന് അഭിപ്രായപ്പെടുന്നവരിൽ മിക്കവരും വെറും അധര വ്യായാമം മാത്രം ചെയ്യുന്നവരാണ്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ശ്രീനാരായണ ഗുരു കർമ്മനിരതനായ നാൾ മുതൽ ഒരു ജാതിരഹിത സമൂഹം ആണ് ലക്ഷ്യമാക്കിയിരുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ 1888 തന്നെ ഗുരുവിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് സുവ്യക്തമാക്കിയിട്ടുള്ളതാണ്. ജാതി മതഭേദങ്ങളില്ലാത്ത ഒരു മനുഷ്യ സമൂഹം, അതായിരുന്നു ആ വിശ്വഗുരുവിൻ്റെ ലക്ഷ്യം. മതം ഏതായാലും മനുഷ്യൻ നന്നാകണം എന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം. സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന സങ്കീർണവും അപകടകരവുമായ 2 പ്രശ്നങ്ങൾ മത തീവ്രവാദവും മതഭീകരവാദവുമാണ്. ഒരു രാഷ്ട്രതന്ത്രജ്ഞനും മതനേതാവിനും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും നിർദ്ദേശിക്കുവാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും പ്രസക്തമാകുന്നത്. മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു നവലോക സൃഷ്ടിക്ക് ഏകാശ്രയം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും തീർച്ചയായും ഉപകരിക്കും. ജാതി മത അധിഷ്ഠിതമായ കേരള സമൂഹത്തിൽ അവർണ ജനവിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി സ്വന്തം അറിവിലൂടെയും അനുഭവത്തിലൂടെയും ഗുരു മനസ്സിലാക്കിയിരുന്നു. തങ്ങളുടെ മേധാവിത്വം ഏത് വിധേനയും നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്ന ആക്രമണോത്സുകരായിരുന്ന സവർണരുടെ അവസ്ഥയെക്കുറിച്ചും ഗുരു നന്നായി പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മകാണ്ഡത്തിൻ്റെ നാന്ദി കുറിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ആലേഖനം ചെയ്ത ആപ്തവാക്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. സർവരും ആത്മസഹോദരരായി ജീവിക്കുവാനുള്ള ഒരു മാതൃകാ സമൂഹ സൃഷ്ടിയുടെ പ്രതിഫലനമായത്. ഇതിനെ നമുക്ക് നാരായണ മഹാഗുരുവിൻ്റെ പ്രകടന പത്രികയായി പരിഗണിക്കാവുന്നതാണ്. 1888 മുതൽ 1928 വരെയുള്ള 40 വർഷക്കാലവും ജാതിരഹിത സമൂഹ സൃഷ്ടിക്കായുള്ള പ്രവർത്തനങ്ങളാണ് ഗുരു നടത്തിയിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ഇന്നും പൂർണ്ണതയിലെത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അവ പ്രവൃത്തിപഥത്തിൽ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്തേ, തൃപ്പാദജയം.